നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അപ്ഡേഷൻ. ശാസ്ത്രം തോറ്റ് പോകുന്ന രീതിയിലുള്ള വമ്പൻ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇപ്പം ഈയിടെ റീസെൻ്റ്ലി ഒരു കപ്പിൾസ്, അതായത് കുഞ്ഞുങ്ങൾക്ക് പേരിട്ടത് കൊണ്ട് അതിന് മുന്നേക്ക് ഇച്ചിരി വൈറലാണ്. എന്നാലും പേരിട്ടതിൽ എയറിൽ പോയ 2 പേര്, ആ കപ്പിൾസ് പുതിയൊരു അറിയിപ്പായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അതായത് ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു മുന്നറിയിപ്പായിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സംഗീതം പഠിച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കുറച്ച് ലേറ്റായവർക്കും കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ സംഗീതത്തിലൂടെ കുട്ടികളുണ്ടാകും. സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകും. അതിനു വേണ്ടി അവരുടെ ആത്മജ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് സെൻ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-5.5 മാസം കൊണ്ട് ഛർദ്ദിക്കും എന്നാണ് പറയുന്നത്. പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകുമോ എന്ന് ചോദിച്ചാൽ, നമുക്ക് ആത്മജ സെന്ററിൽ നമുക്കൊരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഗർഭിണിയാവുന്നതായി ഗർഭിണികളാവുന്നത് നമ്മൾ അല്ല, അങ്ങനെയല്ലായിരുന്നു. ഗർഭിണികളായിട്ട് ക്ലാസ് കുറച്ച് കഴിയുമ്പോൾ ഛർദിലൊക്കെ അതെ, അവർക്ക് ആത്മജ സെന്ററിൽ നമുക്കൊരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഗർഭിണിയാവുന്നതായി ഗർഭിണികളാവുന്നത് നമ്മൾ അല്ല, അങ്ങനെയല്ലായിരുന്നു. ഗർഭിണികളായിട്ട് ക്ലാസ് കുറച്ച് കഴിയുമ്പോൾ ഛർദിലൊക്കെ അതെ, അവർക്ക് സാറിങ്ങനെ ഓരോരുത്തർ കയറും. 3-4 മാസം കഴിയുമ്പോ ഇങ്ങനെ ആവുമ്പോ സാർ അതെന്താ നമുക്ക് മാത്രമാണോ ഇത്, എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മുടെ സാർ ഇങ്ങനെ 5 മാസം കൊണ്ട് നമ്മൾ ഗർഭിണിയാകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമാണ് സംഗീതമാണ്. അവിടെ ചെന്ന് സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ സംഭവിക്കാമെന്നാണ് പറഞ്ഞത്. സംഭവിക്കാതിരിക്കാം. ഇനിയിപ്പോൾ എങ്ങാനും ചെന്നിട്ട് സംഗീതം പഠിച്ചവർക്ക് ആർക്കെങ്കിലും ഗർഭിണിയായി കഴിഞ്ഞാൽ ഒട്ടും നിങ്ങൾ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവിടുന്ന് സംഗീതം പഠിച്ചത് കൊണ്ടാണ് അവർക്ക് ആ ഒരു ഗർഭം ധരിക്കാൻ പറ്റിയത്. എന്തുവാ ഇത്? ചിലർക്ക് ഈ ഇപ്പുറം ഒരു സൈഡിൽ വീട്ടിൽ പ്രസവിച്ചവർക്ക് സെറിമണി നടത്തുന്നു. അവർക്ക് ഗ്രാജുവേഷനായിട്ട് ഗംഭീര വനിതകളായി ലോകത്ത് എവിടെയില്ലാത്ത രീതിയിൽ ആരാധിക്കുന്ന. അങ്ങനെ ഇവിടെ വിശ്വാസം തലക്ക് പിടിച്ച് ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്നു, നമ്മൾ സൈക്കോസിസ്റ്റ് ആകുന്ന വേറൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് ഏത് സൈക്കോസിസിൻ്റെ ഏത് തലമാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല. കാരണം അവർ പറയുന്നത് സംഗീതം പഠിക്കുന്നതിലൂടെ ചില ചക്രങ്ങൾ പ്രവർത്തിക്കും. ആ ചക്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും. അത് എവിടെയാണ് ആ ചക്രത്തിൻ്റെ കീ കിടക്കുന്നത് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം എന്തായാലും അവർ പറയുന്ന ചില വാക്കുകളിലേക്കൊന്ന് പോവാം നമുക്ക്. കാരണം ക്ലാസ് ഇടയ്ക്ക് നിൽക്കും, 4-5 മാസമൊക്കെ ആകുമ്പോൾ നിൽക്കും. ചിലരൊക്കെ 2-3 മാസം ആകുമ്പോഴേ നിർത്തും ഛർദിലൊക്കെ കൊല്ലും. അപ്പോ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചെങ്കിലും കഴിഞ്ഞ ആഴ്ചയാണ് നമ്മള് കൃഷ്ണകുമാർ ചേച്ചിയുടെ വീഡിയോ കണ്ടത്. അതില് എനിക്ക് തോന്നുന്നു രജനീഷാണ് ഇന്റർവ്യൂ. അതിനകത്ത് പറയുന്നുണ്ട് ചേച്ചി പഠിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകാര് പെട്ടെന്ന് ഗർഭിണിയാവുന്നതായി കാണുന്നു. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ നമുക്കും ഇങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. സംഗീതമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ വളരെ ഈസിയാണ്. ആരും ഇങ്ങനെ നമ്മളൊക്കെ അറിവ് പ്രകാരം ബയോളജിക്കലി ഒരു പെണ്ണ് ഒരു സ്ത്രീ പ്രസവിക്കണമെങ്കിൽ അതിന് ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷനിലൂടെയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അങ്ങനെയൊന്നല്ല. ഇത് വേറൊരു തലമാണ്. ഈ തലത്തിലേക്ക് എങ്ങനെ ഇവരെത്തിപ്പെടുന്നു എനിക്കൊരു ഐഡിയ കിട്ടില്ല. നിങ്ങൾക്ക് ഇനി വലിയ ഐഡിയ കിട്ടുന്നുണ്ടോന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് മുന്നേ ഒരു 15 പ്രാവശ്യം സമാധിയായി. ആ സമാധിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന സ്വാമിജി പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് സൂര്യനിൽ നിന്നും കുട്ടി ഉണ്ടാകുന്ന പുള്ളി പറയുന്നത്. ഇതിനൊക്കെ എവിടെ വിട്ട് ഏത് സർവകലാശാലയിൽ ഇട്ട് ഉരുക്കി എടുക്കണം എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവും. ഈ സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവാൻ വേണ്ടി
നമ്മളെ സർക്കാർ അയാൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്നാണ് പറഞ്ഞത്? ഒരു പെണ്ണിനെ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ അദ്ദേഹം സെറ്റ് ചെയ്ത് തരും. പിന്നെ സൂര്യനിൽ നിന്നും ആവാഹിച്ച് കുഞ്ഞുണ്ടാവും എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്നത് നമുക്കൊന്ന് കേട്ടാലോ? സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാകും എന്നുള്ളത് 100% സത്യമാണ്. എനിക്കത് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി വേണമെന്നോ ഞാൻ റിസർച്ച് സെന്ററിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. കുട്ടികൾ സൂര്യനിൽ നിന്ന്, അത് ഏതൊരു സ്ത്രീ തയ്യാറാണെങ്കിൽ ആ സ്ത്രീയിൽ സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാകും. ഇങ്ങനെയും കുറെ എണ്ണം. ശാസ്ത്രമേ, നിങ്ങൾ തോറ്റുപോയിരിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്താൻ. ഞാൻ പോട്ടെ, എനിക്കൊന്നും പറയാനും വയ്യ, കേൾക്കാനും വയ്യ, ഇച്ചിരി വെള്ളം കുടിക്കട്ടോ. ഓക്കെ, ബൈ.